BJPക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളില്ല എന്നൊരു ഇതുപോലെ തന്നെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇതൊക്കെ അവഗണിക്കുന്നത്? ഇപ്പോൾ ചേറ്റൂർ ശങ്കരനാരെല്ലാം കൊണ്ടുപോയില്ലല്ലോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. കോൺഗ്രസ് എന്തുകൊണ്ടാണ് അവഗണിക്കുന്നതെന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് തീർത്താൽ തീരാത്തത്രക്ക് സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരുണ്ട്. അതുകൊണ്ടാണ്. അതായത് അവർ എല്ലാ നേതാക്കളെ അനുസ്മരിച്ചേക്കാമെന്ന് വിചാരിച്ചാൽ അവർക്ക് ഒരു വർഷം 365 ദിവസം ഓരോ ദിവസവും 2 പേരെ വീതം അനുസ്മരിക്കാവുന്ന അത്രയ്ക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മഹത്തായ ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് വെച്ചാൽ ഈ രാജ്യത്തെ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണല്ലോ. ഹർഷൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ബോൾഷെവിക്കുകൾ തൊട്ട് സോഷ്യലിസ്റ്റുകൾ തൊട്ട് ഇങ്ങേയറ്റത്ത് ഹിന്ദുത്വവാദികൾ വരെ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആളുകൾ വരെയുള്ള ഒരു വലിയ നിരയെ ഉൾവഹിച്ച ഒരു പ്രസ്ഥാനമാണല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ അതിൽ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റു ഒക്കെയുള്ള ഒരു മുഖ്യധാരയായിട്ട് പിന്നീട് വളർന്ന ഇതിനോട് രാഷ്ട്രീയ എതിർപ്പ് കൂടി ഉണ്ടായിരുന്ന ആളുകളൊക്കെ പിന്തള്ളപ്പോട്ട് പോകുന്നത് ആ അർത്ഥത്തിൽ ചരിത്രത്തെ നോക്കിയാൽ സ്വാഭാവികമാണ്. പക്ഷേ അപ്പോഴും അവരങ്ങനെ പിന്തള്ളിയോ എന്ന് ചോദിച്ചാൽ 2022 തന്നെ ജൂലൈ 13 ചേറ്റൂരിനെ കുറിച്ചൊരു നാടകം പാലക്കാട്ട് തന്നെ അരങ്ങേറിയിട്ടുണ്ട്. അവിടെ പിന്നെ സംസ്കാര സാഹിതി അവരുടെ സംഘടനയാണ്. അവരുടെ സംസ്കാര സാഹിത്യ ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ ചെയർമാൻ ബോബൻ മാട്ടുവന്ത സംവിധാനം ചെയ്ത ഈ ചേറ്റൂരിനെ പറ്റിയുള്ളൊരു നാടകം അവിടെ അവതരിപ്പിക്കപ്പെടുകയും വലിയ പത്രങ്ങളും ചാനലുകളെല്ലാം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. അപ്പോൾ ഇവർ കോൺഗ്രസ്സുകാരാകപ്പാടെ മറന്ന് തള്ളിക്കളഞ്ഞ് മൂലക്കിട്ട ആളെന്നല്ല ചേറ്റൂർ ശങ്കരൻ നായർ.